നമസ്കാരം. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ ആൻഡ് ടീം അല്ലേ. വെൽക്കം ടു മല്ലു ട്രാവലർ. ഞങ്ങളിത് ഉറുമ്പിക്കര പോകാൻ വേണ്ടി ചെറിയൊരു പ്ലാനാണ്. അന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഞങ്ങൾ ഉറുമ്പിക്കര പോയിട്ട് ചെറിയൊരു മൂഞ്ചനൊക്കെ പറ്റിയിട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. പുറകിരിക്കുന്ന കുമ്പിടി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു. അവനില്ലാതെ നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മുടിയുമെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കേട് തീർക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങള് ഉറുമ്പിക്കരയിൽ ഞാൻ പറഞ്ഞോട്ടെ ഇന്ന് നമ്മൾ ഉറുമ്പിക്കര പോയിട്ട് ടെന്റ് അടിച്ച് ഫുഡൊക്കെ വെച്ച് ഗ്രില്ലൊക്കെ അടിച്ച് അല്ലേ സെറ്റാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ഞങ്ങള് കുട്ടിക്കാലത്തുനിന്ന് ഉറുമ്പിക്കര പോകുന്ന റൂട്ടിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അപ്പം ഉറുമ്പിക്കര പോയിട്ട് പിന്നെ ഇന്ന് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ FPVയുടെ ആദ്യത്തെ അരങ്ങേറ്റമായിരിക്കും. നമ്മുടെ FPV ഡ്രോണൊക്കെ വെച്ചിട്ട് കുറച്ച് പൊളിയൊക്കെ പൊളിക്കാനൊക്കെ പോവാണ്. അപ്പം എല്ലാവരും മൊത്തം കാണുക, അടിപൊളി വീഡിയോ ആയിരിക്കും. ഈ വരുന്ന വഴിയെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, സംശയമുള്ളവർ അതിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഓഫ് റോഡായിരുന്നു. ഇതുപോലെ പറ്റിയ കുഴപ്പമുണ്ടോ? നോക്കട്ടെ. ആ ഓഫ് റോഡിൽ കൂടെ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ സ്കിഡ് ഒന്ന് സ്കിഡായി കൂട്ടത്തിൽ ഞാനും. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. വണ്ടി അങ്ങനെ പൊക്കിയെടുത്ത് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി. കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടിക്കാലത്ത് നിന്ന് ഉറുമ്പിക്കര വരുമ്പം ആകെ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ട്രെച്ച് കിട്ടുന്നത് ഇവിടെയാണ്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ നിർത്തി കുറച്ച് വീഡിയോസ് എടുക്കും. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് റോഡിൻ്റെ ഡെപ്ത് കുറച്ചുകൂടെ ഒന്ന് കൂടും. പ്രഷറ് മല്ലു റോഡ് ട്രാവലർ വേറെ ലെവൽ എത്തിയിരിക്കും. സാധനം കഴിച്ച് കാട്ടിൽ പോയാലും തിരിച്ചു കിട്ടാൻ വേണ്ടി എന്താണ് ഇതിന് പറയുന്നത്? നമ്മുടെ 2 സാധനങ്ങളുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മൾ കണ്ടെടുക്കുന്നതായിരിക്കും. എടാ നമ്മുടെ മെയിൻ സാധനം കാണിക്കും. ഓക്കെ, പ്രഷറെ ഇതാണ് നമ്മുടെ FPV ഡ്രോൺ. അരങ്ങേറ്റം കുറിക്കാൻ പോവാണ്. ശരി, അതല്ല അരങ്ങേറ്റം കുറിച്ചായിരുന്നു, പക്ഷെ നമ്മള് ഒഫീഷ്യലായിട്ടൊരു വീഡിയോ എടുക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ FPV ഡ്രോൺ എന്ന് പറഞ്ഞാൽ. FPV എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ. ഒരു റേസിംഗ് ടൈപ്പ് ഡ്രോണാണ്. അങ്ങനെ ഓഫ് റോഡിലൂടെ ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ സഞ്ചരിച്ച് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താറായി. നമ്മളെത്തിയ സ്ഥലത്തെപ്പറ്റി ഞാൻ പറയണ്ടേ. റോക്ക് മൗണ്ട് ഓഫ് ബീറ്റ് സ്റ്റേസ് എന്നാണ് ഈ ഒരു സംരംഭത്തിൻ്റെ പേര്. ഉറുമ്പിക്കര പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെന്ന് ഈ അടുത്തിടയ്ക്കാണ് അറിഞ്ഞത്. ഏകദേശം 100 പേർക്കോളം താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. വന്നപ്പോഴേ നല്ല ചൂട് സുലൈമാനി. അത് കുടിച്ചിട്ട് നേരെ കിച്ചണിൽ കയറി വൈകിട്ടത്തെ ഗ്രില്ലടിക്കാനുള്ള ചിക്കൻ റെഡിയാക്കുവാണ്. ഈ ചിക്കൻ പുരട്ടുന്ന ആൾ നിസ്സാരക്കാരനല്ല. ആശാൻ ചേർത്തലയിലെ ഒരു പ്രമുഖ 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണ്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ സൺസെറ്റ് കാണാൻ പോവാണ്. നമ്മൾ ഈ റോക്ക് മൗണ്ടിൽ ഈ ഒരു പാക്കേജ് എടുക്കുമ്പോൾ അതിൽ പെടുന്നൊരു സംഭവമാണ് ഈ സൺസെറ്റ് കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ. ചിലർ നടന്നു പോകും, ചിലർ അവരുടെ ജീപ്പിന് പോകും. ഇനി ഇടുക്കി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സൺസെറ്റും സൺറൈസും ഒക്കെ ഭാഗ്യം പോലെയാണ്. കാര്യം ഈ മഞ്ഞ് കയറുന്നതുകൊണ്ട് നമുക്കതൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
നമ്മൾ പോയ സമയത്ത് നല്ല ഭാഗ്യമുണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ സംഭവം നമ്മൾ ടോപ്പിലെത്തി. ഉഷാപ്പി വണ്ടിയൊക്കെ എടുത്തത് പാറക്കല്ലിൻ്റെ മേളിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു സൺസെറ്റ് ഏറെക്കുറെ കയ്യിൽ പോയി. എങ്കിലും ആ മഞ്ഞൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയെന്ന് വെച്ചാൽ തന്നെ അതൊരു വേറൊരു വൈബാണ്. കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനിയും നമുക്ക് തിരിച്ച് ടെൻറ്റിലോട്ട് പോകണം. നേരെ ഇരുട്ടി തുടങ്ങി. അവിടെ പോയിട്ട് ബാക്കി കലാപരിപാടികൾ അവിടെ ചെയ്യും. കുറച്ചൊരു ഭീതിപ്പെടുത്തുന്ന ഒരു ഫീലാണ്. ഈ വൈൽഡ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രസമായിരിക്കും. കാര്യം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ ഒറ്റ നെറ്റ്വർക്കിനും കവറേജ് ഇല്ല. അതുകൊണ്ട് ആരും വിളിക്കൊന്നും പേടിക്കേണ്ട. ഫേസ്ബുക്ക് നോക്കത്തില്ല, ഇൻസ്റ്റാഗ്രാം നോക്കത്തില്ല. ഫുള്ള് ചില്ല് മൈൻഡായിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഗ്രില്ലൊക്കെ എടുത്ത് കനലിൽ വെച്ച് ഇങ്ങനെ ചുടാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ സനീഷ് ബ്രോ വെച്ച് നല്ല നെയ്ച്ചോറും ആ ഗ്രില്ല് ചിക്കനും ഒക്കെ കൂട്ടി പാട്ടൊക്കെ കേട്ട് ആ ക്യാമ്പ് ഫയറിൻ്റെ ചൂടൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ടെൻറ്റിൽ പോകുന്നു. അവിടെ കുറച്ച് നേരം ഇരിക്കുന്നു. എന്നിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. ഒന്നിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ പോട്ടോ. പറ പറ നീ പറ. എങ്ങനെ ടെൻറ്റ് എങ്ങനെ? അതിൻ്റെ അത് പാമ്പൊന്നും ചേർത്തില്ലെന്ന് പറയാൻ കാര്യം എന്താ? സിംഗിൾ പീസാണ്, ഒറ്റ പീസല്ലേ? അപ്പോൾ ഈ സംഭവം സേഫാ അല്ലേ? പാമ്പൊന്നും ചേർത്തില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളം പോലും ചേർത്തില്ലെന്ന് പറയുന്നത്. ആ ഒരു ലെവലിൽ താഴെ നിൽക്കുകയാണെങ്കിൽ സിംഗിൾ പീസല്ലേ ഇതുണ്ട്. രാത്രിയിൽ എന്ന് വെച്ചാൽ ഈ ഒരു സൗണ്ടാണ് ചുറ്റിനും. വേറെ ശല്യങ്ങളൊന്നുമില്ല. അങ്ങ് ദൂരെ മദാമക്കുളത്തിൻ്റെ ആ ഒരു സൗണ്ടും നമുക്ക് പതിയെ കേൾക്കാൻ പറ്റും. അങ്ങനെ നേരം വെളുത്തു. കുറച്ച് പേരെ എണ്ണീറ്റിട്ടുള്ളൂ. ഉള്ളവരെ വെച്ച് നേരെ സൺറൈസ് കാണാൻ വിടുക. ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്, ഒരു അരമണിക്കൂർ. നമ്മുടെ സനീഷ് ബ്രോ കമ്പും കോലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതൊരു യാത്രയിലും നമ്മൾ സൺറൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മിസ്സാക്കല്ലേ. ബിക്കോസ് അത് നമുക്ക് തരുന്നൊരു ഫീലും വൈബും വളരെ വലുത് തന്നെ. അങ്ങനെ മലയൊക്കെ കയറി ഏറെക്കുറെ പകുതി എത്തി. മുകളിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ത്രില്ലടിച്ചു. കാര്യം നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഓരോ സ്ഥലത്തിലും സൺറൈസിൻ്റെ പല പല വേർഷൻസാണ്. നമ്മൾ കൊളുക്കുമല എന്നപ്പോൾ കണ്ടത് വേറൊരു മൂഡാണെങ്കിൽ ഇത് വേറൊരു ടൈപ്പാണ്. സാധാരണ ഉറുമ്പിക്കര വരിക എന്ന് വെച്ചാൽ എല്ലാവരും ഈ ഓഫ് റോഡ് കയറി അങ്ങ് ഇറങ്ങിപ്പോവാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ട്രെക്കിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു ഫീൽ ആസ്വദിക്കുന്നവർ വളരെ കുറവായിരിക്കും.
ആ കാണുന്നത് നല്ലൊരു പാറ്റേൺ ആണല്ലേ, പക്ഷെ അത് മണ്ണിടിഞ്ഞാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉറുമ്പിക്കര വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു, ആ സമയത്ത് സംഭവിച്ചതാണിത്. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൺറൈസ് കാണുവാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറക്കുമെന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. അങ്ങനെ ആ ഒരു അതിമനോഹരമായ ഒരു സൺറൈസൊക്കെ കണ്ട് തിരിച്ച് പോകേണ്ട ഒരു സമയമായി. തിരിച്ച് നമ്മൾ ക്യാമ്പ് സൈറ്റിൽ വന്നപ്പോൾ വേറൊരു വ്യൂ ആണ്. കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പം ചെറുതായിട്ടൊന്ന് ഇരുട്ടിയായിരുന്നു. ആ ഒരു സൂര്യപ്രകാശം ഇലകളുടെ ഇടയ്ക്ക് കൂടെയൊക്കെ അടിച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത്രയും വലിയൊരു ക്യാമ്പ് സൈറ്റ് ആണെന്ന് നമുക്ക് രാത്രിക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ചെത്തി. അപ്പോഴത്തേക്കിനും എല്ലാവരും പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഏതായാലും അതിമനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വിളിച്ച് അവൈലബിലിറ്റി നോക്കിയിട്ട് വരിക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അധികം വീഡിയോസൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ലപോലെ ഇടാൻ ഞാൻ ശ്രമിക്കാം. എന്നാൽ പിന്നെ ഞങ്ങൾ വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.